വാർത്തകളിലേക്ക്. പാലക്കാട് വീണ്ടും H1N1 മരണം. കരിമ്പുഴ സ്വദേശിയായ 77-കാരന്റെ മരണം H1N1 ബാധിച്ചാണെന്ന് സ്ഥിരീകരിച്ചു. പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരിച്ചത്. H1N1 ബാധിച്ചുള്ള ജില്ലയിലെ രണ്ടാമത്തെ മരണമാണ്. വിവരങ്ങളുമായി സച്ചിൻ വള്ളിക്കാട് ചേരുന്നു. സച്ചിൻ, ഇതിപ്പോൾ രണ്ടാമത്തെ മരണമാണ്. 77 വയസ്സുകാരനാണ് മരിച്ചിട്ടുള്ളത്. ലിൻഷ, കഴിഞ്ഞ 22-ാം തീയതി രാവിലെയോടെയാണ് പാലക്കാട് കരിമ്പുഴ എളുമലശ്ശേരി സ്വദേശി 77-കാരന്റെ മരണം ഉണ്ടായത്. തുടർന്നാണ് ഈ മരിച്ചതിന്റെ 77-കാരന്റെ സാമ്പിൾ H1N1 ആണെന്ന് കഴിഞ്ഞ ദിവസം സ്ഥിരീകരിച്ചത്. എന്തായാലും പനിയെ തുടർന്ന് കഴിഞ്ഞ ദിവസങ്ങളിലാണ് പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് 77-കാരനെ പ്രവേശിപ്പിച്ചത്. തുടർന്നാണ് അവിടെ വെച്ച് നടന്ന പരിശോധനയിലാണ് H1N1 ആണെന്ന് സ്ഥിരീകരിച്ചത്. എന്തായാലും പാലക്കാട് ജില്ലയിൽ പകർച്ചവ്യാധി മൂലം മരണപ്പെടുന്നവരുടെ എണ്ണം വർദ്ധിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഡെങ്കിപ്പനി ബാധിച്ച് 6ഓളം പേരാണ് പാലക്കാട് ജില്ലയിൽ മരിച്ചത്. കഴിഞ്ഞ ദിവസം 4 ദിവസം മുൻപാണ് കുമരമ്പത്തൂർ സ്വദേശി 34-കാരിയും മരിച്ചിരുന്നു. അതും H1N1 ബാധിച്ചാണ് എന്ന് സ്ഥിരീകരിച്ചിരുന്നു. എന്തായാലും പകർച്ചവ്യാധി ഭീഷണിയിൽ തന്നെയാണ് പാലക്കാട് ജില്ല എന്നത് തന്നെയാണ് ഏറെ ഭയാശങ്ക വിതക്കുന്ന കാര്യം. ലിൻഷ, ശരി, എന്തായാലും H1N1 ബാധിച്ചുള്ള പാലക്കാട് ജില്ലയിലെ രണ്ടാമത്തെ മരണമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. വിവരങ്ങളാണ് സച്ചിൻ വള്ളിക്കാട് നൽകിയത്.